കാസർഗോഡിന്റെ തനത് കലാരൂപം മാവില സമുദായക്കാർ മംഗലത്തിനു വേണ്ടി കല്യാണത്തിനു വേണ്ടി ആചരിക്കുന്ന ഒരു ചടങ്ങായാണ് ഇത് എന്നും കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കലോത്സവ വേദിയിൽ ഞങ്ങളെ ആകർഷിച്ച ഒരു കാഴ്ചയായിരുന്നു മംഗലം കളി. സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു മത്സര രീതിയിൽ മംഗലം കളിയെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഈ ഒരു ടീമിന്റെ കൂടെയാണ് ഞങ്ങൾ ഇന്നുള്ളത്. അപ്പം മക്കളെ, മംഗലകളിയിൽ മത്സരിച്ചോ? ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതെ, സംസ്ഥാന കലോത്സവത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മത്സരം ഒരുക്കിയിട്ടുള്ളത്. അപ്പം വേദിയിലേക്ക് പോവാൻ റെഡി ആയിരിക്കുകയാണ് നിങ്ങള്? യെസ്, അതിന്റെ സ്പിരിറ്റിലാണോ? അതെ, തീർച്ചയായും. അപ്പം നമുക്ക് വേദിയിൽ നമ്മൾ 2 മംഗലം കളി കണ്ടു. അത് ഏറെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും ഏറെ മികവുറ്റ രീതിയിലുള്ളതാണെന്ന് നമുക്ക് തെളിയുന്നുണ്ട്. അപ്പം ഇത് മംഗലം കളി എന്നും കാസർഗോഡിന്റെ ഒരു കലാരൂപം തന്നെയാണ്. നമുക്ക് ഇതിന്റെ കൂടുതൽ അറിവിന് വേണ്ടിയിട്ട് ഇതിന്റെ അധ്യാപകരുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം. ഈ ഒരു മംഗലം കളി ആദ്യമായാണ് നമ്മുടെ ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും ഒക്കെ വരുന്നത് മത്സര ഇനമായിട്ട്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു മംഗലം കളിക്ക് ഇത്രയേറെ പ്രാധാന്യം നമ്മുടെ കാസർഗോഡിന് ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് ഇത്ര ലേറ്റ് ആയിട്ട് ഈ 63ാമത് കലോത്സവത്തിലാണ് ഇപ്പോൾ മംഗലം കളി ഒരു തനത് മത്സരമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നത്? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമേ കേരള സർക്കാരിന് കാസർഗോഡ് ജില്ലയിലുള്ള ആദിവാസികളുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. കാരണം ഞങ്ങളുടെ തനത് ശരിക്കും പറഞ്ഞാൽ മാവില മലവെട്ടു വിഭാഗത്തിന്റെ പാരമ്പര്യ കലാരൂപമാണ്. അത് ഈ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ചരിത്രം പറയണം, നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടും ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ലല്ലോ. നിങ്ങൾ മാവില സമുദായക്കാര് ഈ ഒരു കലാരൂപം അനുഷ്ഠിക്കുന്നത് ഒരു കല്യാണ ചടങ്ങോട് കൂടിയാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ കുറിച്ച് എന്താണ്? കല്യാണത്തിന്റെ തലേനാള് കളിക്കുന്ന കളിയല്ലേ ഈ മംഗലം കളി? പഴയ കാലത്ത് കല്യാണം കൂടുകയെന്ന് വെച്ചാല് ഏകദേശം ഒരു തലേ ദിവസം മുതലാണ്. അപ്പൊ ഈ തലേ ദിവസം മുതൽ ചടങ്ങ് തുടങ്ങണമെങ്കിൽ ഈ മംഗലം കളിയോടുകൂടിയാണ്. അത് പിന്നീട് പല ചടങ്ങുകളുണ്ട്, രാത്രിയോളുണ്ട്. പിറ്റേ ദിവസം വൈകിട്ട് പെണ്ണിനെയും കൊണ്ട് വരൻ വീട്ടിലേക്ക് കയറുന്ന വരെ മംഗലം കളിക്കും. അതിനുശേഷമുണ്ട് പല ജന്മ വീടുകളിൽ നായർ സമുദായത്തിനിടയിലേക്ക്, അതുപോലെ തന്നെ തീയ സമുദായത്തിനിടയിലേക്ക് എല്ലാം നമ്മൾ ഈ കൊട്ടിപ്പാടുകയാണ്. അപ്പൊ ഓരോ സമുദായത്തിൽ അവിടത്തേക്ക് പോകുമ്പോൾ ഓരോ പാട്ടുകളാണ്, കളികളാണ്. ഒപ്പം തന്നെ മംഗലകളിയിലേക്ക് വരികയാണെങ്കിൽ ഇത് മാവില മലവെട്ടുവ സമുദായത്തിന്റെ ഒരു ഗോത്രകലാരൂപമാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഓരോ സംസ്കാരമാണ്, അവരുടെ ഓരോ പാട്ടുകളിൽ ഓരോ ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൂന്തേനാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നേടിയെടുക്കേണ്ടത് അതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉത്തേജനമാണ്. അതുപോലെ തന്നെ മാണിനങ്കരയാണെങ്കിലും ഓരോരുത്തരും ഓരോ സംസ്കാരമുണ്ട്. അതുപോലെ തന്നെ കൂമയാണെങ്കിലും ഭാര്യയും ഭർത്താവും ഇണങ്ങിയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവര് ഒന്നിച്ച് വരുന്നത്. അതുപോലെ തന്നെ EMA എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു അടിമത്തത്തിന്റെ ജന്മിത്തത്വത്തിന്റെ ഒരു നവോത്ഥാനമായിട്ടാണ് ഈ മംഗലകളി ശരിക്കും പ്രയോഗിച്ചിട്ടുള്ളത്. ശരിക്കും ആ ഒരു രീതിയിലാണ് മംഗലകളി കാസർഗോഡ് ജില്ലയിലുള്ളത്. ഓക്കെ, മംഗലം കളിയെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം വിശദീകരിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പം ഇവരെ ഞങ്ങൾ ഇപ്പോൾ കളിപ്പിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നുന്നു. കാരണം വെച്ചാല് ഇവര് സ്റ്റേജിലേക്ക് കയറാൻ പോകുന്ന കുട്ടികളാണ്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവർക്കൊരു ചെറിയ പരിഗണന കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവരെ വിട്ടിരിക്കുകയാണ്. ഇവര് സ്റ്റേജിൽ പോയി നന്നായി പെർഫോം ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഇവരെ സ്റ്റേജിൽ നിന്ന് തന്നെ കാണാം. മക്കളെ, എല്ലാവർക്കും എന്റെ വകയും സിറ്റി ചാനലിന്റെ വകയും സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി വലിയൊരു അഭിനന്ദനം.